ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായ കറുകുറ്റി ദേശീയ വായനശാല. കറുകുറ്റി പള്ളിയങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായ കറുകുറ്റി ദേശീയ വായനശാല. ഇവിടെ നിന്നാണ് നമ്മുടെ ഫുട്ബോളിൻ്റെ തുടക്കം കുറിക്കുന്നത്. കറുകുറ്റി പള്ളിയങ്ങാടി ബോയ്സിൻ്റെ ഫ്ലെക്സ് വെക്കലും ഫുട്ബോൾ ആരവങ്ങളും തുടങ്ങുന്നത് ഈ കൊച്ചു വായനശാലയിൽ നിന്നാണ്. എല്ലാ വർഷവും വേൾഡ് കപ്പിന് തുടർ വർഷങ്ങളിൽ എല്ലാ വർഷവും വർഷങ്ങളായിട്ട് ഇവിടെ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെക്കുന്നത് നമ്മുടെ കറുകുറ്റി പള്ളിയങ്ങാടിലാണ്. നമ്മൾ എവിടെ ശ്രദ്ധിച്ച് പോയാൽ നമുക്ക് മനസ്സിലാവും, കറുകുറ്റി പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെക്കുന്നത് നമ്മുടെ കറുകുറ്റി പള്ളിയങ്ങാടി ബോയ്സ് ആയിരിക്കും. കാരണം ഫുട്ബോളിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ് കറുകുറ്റി പള്ളിയങ്ങാടി ബോയ്സ്. ഫുട്ബോളിന് മാത്രമല്ല കേട്ടോ, കറുകുറ്റിയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ്, വോളിബോള്, ഇതിനൊക്കെ തലയുയർത്തി നിൽക്കുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു നമ്മുടെ കറുകുറ്റി പള്ളിയങ്ങാടി ബോയ്സിന്. അതുപോലെ നമ്മുടെ പഴയ തലമുറയായ നമ്മുടെ ചേട്ടന്മാർക്ക് ACC കറുകുറ്റി, FC പള്ളിയങ്ങാടി, അതുപോലെ നമ്മുടെ വോളിബോൾ ആണെങ്കിൽ നമ്മുടെ സെൻറ്റ് സേവിയർ വോളിബോൾ ടീം. അതിനെ വെട്ടാനായിട്ട് ഒരു ടീമും ഉണ്ടായിരുന്നില്ല, അത്രയും പവർഫുൾ ടീമായിരുന്നു. നാഷണൽ ലെവലിൽ കളിക്കുന്ന ടീമുകളൊക്കെ നമ്മുടെ പള്ളിയങ്ങാടിയിൽ നിന്നുള്ള താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേർ വെച്ച ഫ്ലെക്സ് ആണ്. എല്ലാ വർഷവും ഇതുപോലെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ വർഷങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഫുട്ബോൾ ആരവം എന്ന് പറയുന്നത് ശരിക്കും കാണണമെങ്കിൽ നമ്മൾ കറുകുറ്റി പള്ളിയങ്ങാടിയിലേക്ക് വരണം. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഇനോഗ്രേഷൻ്റെ ദിവസം തന്നെ അവർ ഒരു റാലിയൊക്കെ നടത്തുമായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ സൗണ്ട് കയറ്റുന്നില്ല, കാരണം ഇതൊരു റോ ടൈപ്പ് വീഡിയോ ആണ്. ഇതിനകത്ത് സൗണ്ട് കയറ്റിയാൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സൗണ്ട് കയറ്റാത്തത്. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് സൗണ്ട് കയറ്റാത്തത്. കഴിഞ്ഞ വർഷം നമ്മുടെ മെസ്സിയുടെ ഒരു 40 അടിയുടെ ഒരു കട്ടൗട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കറുകുറ്റി പള്ളിയങ്ങാടി ബോയ്സിൻ്റെ ഇതിനകത്ത്. അങ്ങനെ ഈ പ്രാവശ്യവും നമ്മൾ ഏകദേശം അടിച്ചിരിക്കുന്നത് 20 അടി നീളവും 10 അടി ഹൈറ്റിലുള്ള ഫ്ലെക്സുകളാണ്. അങ്ങനത്തെ ഫ്ലെക്സുകളാണ് ഈ പ്രാവശ്യം അടിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ പള്ളിയങ്ങാടി ബോക്സിലെ പുറമേക്ക് പോയ യൂറോപ്പിൽ പോയ നമ്മുടെ പള്ളിയങ്ങാടിയിലെ പഴയ തലമുറയും ഇപ്പോൾ നമ്മുടെ യൂത്തിൽ നിൽക്കുന്ന പുതിയ തലമുറയും എല്ലാവരും ഒത്തിണങ്ങി നമ്മുടെ ചേട്ടന്മാരും എല്ലാവരുടെയും ഒരു സ്നേഹ സമ്മാനമായിട്ടാണ് നമ്മൾ ഈ ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശം ഈ പ്രാവശ്യം നമ്മൾ 4 ടീമിൻ്റെ ഫ്ലെക്സാണ് വെച്ചിരിക്കുന്നത്, വലിയ ഫ്ലെക്സുകൾ. പിന്നെ ഒരു കട്ടൗട്ടാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7 ടീമിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് പിള്ളേരെല്ലാവരും ബുദ്ധിമുട്ടിലാണ്, അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം കുറച്ചിരിക്കുന്നത്. എന്നാലും ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ നമ്മൾ വലിയ കട്ടൗട്ട് എന്തായാലും വെക്കും പള്ളിയങ്ങാടി ബോയ്സിൽ. നമ്മുടെ കറുകുറ്റിയുടെ അഭിമാനമായ, നമ്മുടെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന നിരവധി ഫ്ലെക്സുകൾ അടിച്ച് നമ്മുടെ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന നമ്മുടെ പള്ളിയങ്ങാടി ബോയ്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. വർഷങ്ങളായിട്ട് ഇവരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും കറുകുറ്റി പള്ളിയങ്ങാടി ബോയ്സിന് നേരുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ.